3 സെന്റിനും 5 സെന്റിനും ഒക്കെ താമസിക്കുന്ന കിടപ്പ് രോഗികളുള്ള വീട്ടിൽ സാനിറ്ററി മാലിന്യം എങ്ങനെ സംസ്കരിക്കുന്നതാണ് കരുതുന്നത്? ഇപ്പൊ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് തോട്ടിലും പുഴയിലും കനാലിലും പാടത്തും പറമ്പിലും ഒക്കെ വലിച്ചെറിയുക. കേരളത്തിൽ ആദ്യമായി സാനിറ്ററി മാലിന്യം വൈദ്യുതി ആയി മാറ്റുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയ സംവിധാനത്തോടുകൂടി യാതൊരുവിധ ബുദ്ധിമുട്ടോ പരിസര മാലിന്യമോ ഉണ്ടാകാതെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ സിസ്റ്റമാണ് വർക്കലയിൽ ആരംഭിക്കുന്നത്. കേരളത്തിൽ ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ള ഫ്ലോററ്റിക് ടെക്നോളജീസ് ആണ് ഈ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. നാലഞ്ച് ഡയപ്പറെങ്കിലും കുഞ്ഞിന്റെ വരുമായിരുന്നു. എങ്കിൽ ഞങ്ങൾ ഡയപ്പറിൽ നിന്ന് ജെല്ല് മാറ്റിയതിനു ശേഷം ഉണക്കി കരിയിലയുടെ കൂട്ടത്തിൽ കത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവര് വന്ന് ഡയപ്പർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് നല്ലൊരു സൗകര്യമായി, നല്ലൊരു കാര്യമാണ്. വാതിൽപ്പടി മാലിന്യ ശേഖരണം നടത്തുന്ന സാനിറ്ററി മാലിന്യങ്ങൾ ഈ പ്ലാന്റിൽ നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ എത്തിക്കുകയും കൺവെയർ ബെൽറ്റ് വഴി നമ്മുടെ സ്റ്റോറേജ് ഏരിയ, അതായത് ഡംപിംഗ് പിറ്റിലേക്ക് നമ്മളിത് ശേഖരിക്കുന്നു. ഡംപിംഗ് പിറ്റിൽ നിന്നും കൺവെയർ ബെൽറ്റ് വഴി ഇനിഷ്യൽ പ്രോസസ്സിംഗ് ചേംബറായിട്ടുള്ള റൊട്ടേറ്റിംഗ് പ്രൈമറി ചേംബറിൽ നമ്മൾ ഈ സാനിറ്ററി വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നതും തുടർന്ന് അതിൽ നിന്നുണ്ടാകുന്ന ഫ്യൂംസിനെ, ആ പുകയെ സെക്കൻഡറി ചേംബറിൽ വീണ്ടും റീഫയർ ചെയ്യുന്നു. പ്രൈമറി ചേംബറിൽ 850 ഡിഗ്രി ടെമ്പറേച്ചറും സെക്കൻഡറി ചേംബറിൽ 1100 ഡിഗ്രി ടെമ്പറേച്ചറിലുമാണ് ഈ ഫയറിംഗ് പ്രോസസ്സ് നടക്കുന്നത്. തുടർന്ന് എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ്, മോയ്സ്ചർ സെപ്പറേറ്റർ, തുടർന്ന് 30 മീറ്റർ സ്റ്റാക്ക്. ഇങ്ങനെയാണ് ഈ പ്രോജക്റ്റിന്റെ ടെക്നിക്കൽ പ്രോസസ് ഫ്ലോ നമുക്ക് വരുന്നത്. സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തന സാങ്കേതിക അനുമതികളോട് കൂടിയിട്ടാണ് പ്ലാന്റിന്റെ പ്രവർത്തനം ഫ്ലോററ്റ് നടപ്പിലാക്കുന്നത്. ഡിഗ്രി വരെയുള്ള ഉയർന്ന താപത്തോടു കൂടി നടക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരു ദിവസം 60 കിലോ വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.